ഹലോ എവറി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രഞ്ച് നിർമ്മാതാക്കളുടെ വാഹനമായ റെനോൾട്ട് കൈഗർ ആണ്. അപ്പൊ നമ്മുടെ കൈഗറിന്റെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേനും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ നിറമാണ് വരുന്നത്. ബ്ലാക്ക് റൂഫ് ബ്ലാക്കും ഈ ഒരു റെഡ് കളറും ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസൈൻ എടുത്ത് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പവർ ലൈൻസ്, ഒരു ബൾജിങ്, ഒരു മസ്കുലിൻ ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ബോണ്ടിൽ വരുന്ന ഈ ഒരു പവർ ലൈൻസും ആ ഒരു എലമെന്റ്സ് ഒക്കെ നമുക്ക് കൂടുതൽ ഒരു മസ്കുലിൻ ലുക്ക് തരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഓവറോൾ എനിക്ക് ഈ വണ്ടിയുടെ ഒരു ലുക്സ് എന്ന് പറഞ്ഞാൽ പക്ക സ്പോർട്ടി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഒരു ബോൾഡ്നെസ്സും സ്പോർട്ടിയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫീലാണ് എനിക്ക് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ പെട്ടെന്ന് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഡിസൈൻ എലമെന്റ്സിലേക്കൊക്കെ ഒന്ന് എടുത്ത് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളത് ഇവിടെ നമുക്കൊരു DRLs വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെയാണ് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്. ഇതിവിടെ DRL. പിന്നെ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. 3 സ്ലാറ്റുകളായിട്ട് അവർ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. 3 LED ഹെഡ്ലാമ്പ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് പോലെ വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഫോഗ് ലാമ്പ് അല്ല, അത് ഡിസൈൻ എലമെന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ഒരു സിൽവർ ഫിനിഷ് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത്രയാണ്. പിന്നെ മെയിൻ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും മെയിനായിട്ടും റെനോൾട്ടിന്റെ ഈ ലോഗോ അത് നല്ല രസമുണ്ട് കാണാൻ. വളരെ ഒരു എന്താ പറയുക, നല്ല വലിയ സൈസിൽ തന്നെ അത് കൊടുത്തേക്കുന്നുണ്ട്. നല്ല എടുത്തത് വണ്ടിയുടെ ഒരു ഡിസൈൻ അത് നല്ല ഒരു ബോൾഡ്നെസ് തരുന്നുമുണ്ട്. പിന്നെ ഗ്രില്ല് വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ക്രോമിയം ഫിനിഷിലാണ് വന്നേക്കുന്നത്. ഇത്രയാണ് ഫ്രണ്ട് ഡിസൈൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് നേരെ ഇതിൻ്റെ സൈഡിലേക്ക് പോകാം. നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടി എന്ന് പറയുന്നത് കൈഗറിന്റെ RXZ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതിലാണ് നമുക്ക് ഈ ഡ്യുവൽ ടോൺ നിറം വരുന്നത്. പിന്നെ RXZ നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് CVT ട്രാൻസ്മിഷൻ വരുന്ന മോഡലും കൂടാണ് കൊണ്ടുവന്നേക്കുന്നത്. ബാക്കിയുള്ള എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവിൽ പോകുമ്പോൾ പറയാം. ഇപ്പൊ നമുക്ക് സൈഡ് ഡിസൈൻ വരുമ്പോഴത്തേക്കിനും പിന്നെ ഇവിടെ RXZ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വേരിയന്റിന്റെ ആ ബാഡ്ജ് കണ്ട ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നേരെ വന്നിട്ട് നമ്മുടെ ടയറിന്റെ സൈസ് വരുന്നത് 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. 195/16 ആണ് ഇതിന്റെ സൈസ് വരുന്നത്, ടയർ സൈസ് വരുന്നത്. പിന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും റൂഫ് ഇതുപോലെ ഡ്യുവൽ ടോൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഈ ഒരു ഫുൾ ബ്ലാക്ക് ഇതാണ് വരുന്നത്. ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു അത്യാവശ്യം 50 kg അടുത്ത് ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റൂഫ് റെയിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം സോളിഡ് ആണ്. അതിൽ ഒരുപാട് അങ്ങ് വെയിറ്റ് ഒന്നും നമുക്ക് പറ്റുന്ന രീതിയല്ല. ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു റെയിൽ വന്നേക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അത് നല്ല കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുണ്ട് ആ ഒരു ഫിനിഷ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ടെർബോ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ ഒരു ഫേഡഡ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള രീതിയിലല്ല കൊടുത്തേക്കുന്നത്. പക്ഷെ എങ്കിലും അത് വലിയ വൃത്തിയോട് തോന്നുന്നില്ല. നല്ല ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്നുമുണ്ട്. പക്ഷെ അത് കുറച്ച് ദൂരെ സൈഡിൽ നിന്നൊക്കെ നോക്കിയാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 205 ആണ്. അത് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിൾ ആയതുകൊണ്ട് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ആണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ ബാക്ക് ഡിസൈനിലേക്ക് പോകുമ്പോൾ ആദ്യമേ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിന്റെ ഒരു ഷാർപ്പ് ഫിന്നാൻഡിനെയാണ്. അവിടെയാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്പോയിലർ അത് പക്ക സ്പോർട്ടി ആയിട്ട് ഒരു വെറൈറ്റി ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു 2 ഫിൻ പോലെ വന്നേക്കുന്ന ബാക്കിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് അത് മറ്റു വണ്ടികളിലൊന്നും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയത്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷറും വരുന്നുണ്ട്. അത് ഈ ബാക്കിലത്തെ വൈപ്പറിന്റെ വാഷറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഗ്ലാസ്സിൽ നമുക്ക് D4 വരുന്നുണ്ട്. ബാക്കിൽ ഈ ഒരു വൈപ്പറും വരുന്നുണ്ട്, റിയർ വൈപ്പറും വരുന്നുണ്ട്.
പിന്നെ ബാക്കിലത്തെ ഓവറോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ പോലെ തന്നെ എനിക്ക് ആ ഒരു ഡിസൈൻ ബാക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക സ്പോർട്ടി ആയിട്ടാണ് വെഹിക്കിൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡിസൈൻ വളരെ ആ ഒരു സ്പോർട്ടി ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡിസൈനിൽ നിന്ന്. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് വരുമ്പോഴത്തേക്കിന് ഒരു സി ഷേപ്ഡ് ടെയിൽ ലാമ്പാണ് വരുന്നത്. ഒരു സ്മോക്ഡ് എഫക്റ്റും കിട്ടുന്നുണ്ട് അതിൽ. അതുകൊണ്ട് ഇങ്ങനെ ബാക്കിൽ ഈ ബോഡിയിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ടെയിൽ ലാമ്പ് എനിക്ക് അതിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നേരത്തെ ഇത് നമ്മൾ 1 ലിറ്റർ ടർബോ CVT ആയതുകൊണ്ട് അതിൻ്റെ ടർബോ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രോണിക് അതിൻ്റെ ഒരു ഗിയർ ഇതിൻ്റെ സിസ്റ്റത്തിന് കൊടുത്തേക്കുന്ന പേരാണ്. പിന്നെ ഇതിൻ്റെ കൈകർന്നുണ്ട് ഇവിടെ ഒരു ബാക്കിലൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെനോൾട്ടിൻ്റെ ദേണ്ട ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഇവിടെ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വലിയൊരു ക്രോമിയം സ്ട്രിപ്പ് ഡിക്കിയിൽ കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെയാണ് റെനോൾട്ട് എന്നൊരു ബാഡ്ജിങ് ഇവിടെയും വന്നേക്കുന്നുണ്ട്. ഇതാണ് ഓവറോൾ ഡിസൈൻ വരുന്നത്. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ സെൻസേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വേണ്ട ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് ഈ ഒരു സിൽവർ ഫിനിഷിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാക്കിലത്തെ ഡിസൈൻ നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. തുറന്ന് നമുക്ക് നോക്കാം. 405 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല ബൂട്ട് സ്പേസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത്ര ഒരു വെഹിക്കിളിൽ നമുക്ക് നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതേണ്ട നമുക്ക് ഇവിടെ ഒരു പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോവാം. ഇൻറ്റീരിയറിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, യെസ്. അപ്പം നമുക്ക് കൈഗറിന്റെ ഇന്റീരിയർ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ എനിക്ക് ഇന്റീരിയറിനകത്തോട്ട് കയറിയപ്പോൾ കിട്ടിയ ഒരു ഫീൽ പറഞ്ഞ ഒരു പക്ക സ്പോർട്ടി ഫീൽ തന്നെയാണ് ഇന്റീരിയറിനകത്തോട്ട് കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിന്റെ ഒരു ലേഔട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ആ ഒരു രീതിയിലാണ്. പിന്നെ കണ്ടതാണ്ട് ആദ്യമേ നമുക്ക് ഇതാണ് നമുക്ക് ആദ്യമേ തന്നെ പെട്ടെന്ന് വണ്ടിക്ക് അത് കയറുമ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഒരു ബ്രിക്ക് റെഡ് രീതിയിലാണ് ഇത്, കളർ കോമ്പിനേഷനാണ് ഇത് കൊടുത്തേക്കുന്നത്, ബ്രിക്ക് റെഡ്. പിന്നെ ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബ്ലാക്ക് ഫീൽ വരുന്നുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് ഇങ്ങോട്ട് നീളത്തിൽ വരുമ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വിത്ത് വയർലെസ് ആണ് കൊടുത്തേക്കുന്നത്, വയേർഡ് അല്ല. അതുകൊണ്ട് നമുക്ക് കുറെ കൺവീനിയന്റ് ആണ് നമുക്ക് ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സിനും അത് വരുന്ന നാവിഗേഷൻ കാര്യങ്ങൾ, റേഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വേണ്ട AC വെൻസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട ഇവിടെ നല്ലൊരു ചെറിയതായിട്ട് വളരെ ചെറിയ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, മേളിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ താഴെ നമുക്ക് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് 29 ലിറ്റർ, ഓൾമോസ്റ്റ് 29 ലിറ്റർ നമ്മുടെ ഈ വണ്ടിക്ക് ഇന്റീരിയറിൽ നമ്മുടെ ഡോർ പോക്കറ്റ്സും ഇങ്ങനെയുള്ള സെൻട്രൽ കൺസോളിലുള്ള എല്ലാ ഓരോ പോക്കറ്റ്സ്, ആ ഒരു സ്പേസ് എല്ലാം കൂടി 29 ലിറ്റർ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനും പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിലും 2 എണ്ണം ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മൊബൈൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഓട്ടോ ക്ലൈമട്രോണിക് AC ആണ് വരുന്നേക്കുന്നത്. ഈ രീതിയിലാണ് എല്ലാം ഡിജിറ്റലി ആണ്. ഇവിടെ നമുക്ക് കാണാം, കണ്ടോ, ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഡിജിറ്റലി നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഇങ്ങനെ കണ്ടോ, അതൊക്കെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതി എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന്. പിന്നെ ഈ ഒരു നോബ്, ഇതൊക്കെ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. AC ഓൺ ആക്കുന്ന ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് നേരെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ആണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നേക്കുന്നത്. ഇത് ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്യുകയും ഓൺ ആക്കുകയും ചെയ്യാൻ ആ ഒരു സ്വിച്ച് ഇവിടെ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ ആണത്, മൊബൈൽ നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം. ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ച് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ CVT ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡ്രൈവിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിളിൽ ഇത്ര ഒരു വലിയൊരു സെൻട്രൽ കൺസോൾ വരുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം അത് ഒരു ഹൈ എൻഡ് കാഴ്ചയിൽ ഒരു ആ ഒരു ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. അത് പക്ഷെ നല്ല രീതിയിൽ ഈ ഒരു പിയാനോ ഫിനിഷ് ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമുക്കിവിടെ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെയാണ് റൊട്ടേറ്ററി നോബിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ലൈറ്റ് കത്തുന്ന കാണാം. നമ്മുടെ ഈ ഡോറിന്റെ ഇവിടെയും ഇങ്ങനെ കത്തുന്ന കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് പക്ഷേ വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി.
അത് കൊള്ളാം ആ ഒരു ഫീച്ചർ. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് വേണ്ട ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അത് തന്നെ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ആംറസ്റ്റിന്റെ താഴെയും അവിടെ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് എനിക്ക് തോന്നിയത്. കാരണം കൊള്ളാം, നല്ല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കണ്ട് ഇലക്ട്രോണിക്സ് ഇതല്ല വരുന്നത്, നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് അല്ല വരുന്നത്, നോർമലാണ്. പക്ഷെ അതും വളരെ നമുക്ക് പെട്ടെന്ന് കൈ പിടിക്കാവുന്നിടത്ത് തന്നെ അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, നല്ല ഒരു കോമ്പാക്ട് സൈസും ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗിൽ. പിന്നെ നമുക്ക് ഇവിടെ ആണ് ഒരു ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇൻഫർടൈൻമെന്റിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ സോഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഇവിടെ കൂടെ നമുക്ക് ഈ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിനകത്തൂടെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആവറേജ് ഫ്യൂൽ എക്കണോമി, ഡിസ്റ്റൻസ് ടു എംടി, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള എല്ലാ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സർവീസ് ഇന്റർവെൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കാണിക്കും. അത്രയാണ് വളരെ നീറ്റ്ലി ആണ് ആ ഒരു അതിന്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്ലൂ ഫിനിഷും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂവലിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഡിജിറ്റലി കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാൻ. കുറച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഈ വെഹിക്കിൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര സ്പോർട്ടി ആണെന്ന് പറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെ കൂടെയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലി കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്പോർട്ടി ഫീലാണ് ഇതിനെ നമുക്ക് ഈ വണ്ടിക്ക് അതൊരു കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ നമുക്ക് വേറെ പറയുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുക്കാൻ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഔട്ട്സൈഡ് മിറർ നമുക്ക് ഓട്ടോ ഫോൾഡ് ചെയ്യാം, ഇലക്ട്രോണിക്കലി ഫോൾഡ് ചെയ്യാവുന്നതും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വെഹിക്കിൾസും വരുന്ന പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മിറേഴ്സ് വരുന്നത് ഈ രീതിയിലാണ്. അത് ഓട്ടോ അല്ല, മാനുവൽ രീതിയിലാണ്. പക്ഷെ ഇത് ഈ ഒരു കോമ്പാക്ട് സൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയ ഒരു സൈസിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വേണ്ട ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ റീഡിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട്. പിന്നെ സീറ്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല കംഫർട്ടബിൾ സീറ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയാണ്, മാനുവലി ആണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാഞ്ഞത്. പിന്നെ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്, നമ്മളെ ഒരു നല്ല ഹഗ് ചെയ്തിരിക്കുന്ന ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ലംബാറൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കൂങ്ങിയിരിക്കുന്ന ഫീലോ ഒന്നുമില്ല, ലംബാർ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് വെഹിക്കിൾ തരുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഫാബ്രിക് മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ബ്ലാക്കും റെഡ് സ്റ്റിച്ചിങ്ങുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, ഒരു നല്ല ഒരു ഫീല്, ഒരു സ്പോർട്ടി ഫീൽ അവിടുന്ന് നമുക്ക് സീറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റീരിയറുള്ള കാര്യങ്ങൾ പറയാം. ഇനി നമുക്ക് ഫ്രണ്ട് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ഓക്കെ, ബാക്ക് സീറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വേണ്ടേ, കണ്ടില്ലേ, ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സ്പേസ് അല്ലേ, ഇത് നമുക്ക് 222 mm ആണ് നമുക്ക് കമ്പനി പറഞ്ഞേക്കുന്നത് ഈ ഒരു സ്പേസ്. അതായത് ഫ്രണ്ട് സീറ്റിൽ നിന്നും നമ്മുടെ ഈ ബാക്കിൽ ഈ ഒരു ഏരിയക്ക് അവർ കൊടുത്തേക്കുന്ന ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിഗേഴ്സ് എന്ന് പറയുന്നത് 222 mm ആണ് ഇവിടുത്തെ ഒരു ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നല്ല പ്രകടമാണ്. കണ്ടത്, ഞാൻ ഇതിൽ കൂടുതൽ എത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു, നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാം. നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നല്ല ലെഗ് സ്പേസും ഉണ്ട്, ലെഗ് റൂമും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ഹെഡ് റൂമും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഹെഡ് റൂമും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോ എന്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത്യാവശ്യം ബാക്കിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ സീറ്റ് എന്ന ആ ഒരു രീതിയിൽ എനിക്ക് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാനും പറ്റുന്നു, കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഫയൽ പോക്കറ്റ്സ് വരുന്നുണ്ട് സീറ്റിന്റെ ബാക്കിൽ. ഇവിടെ നമുക്ക് 2 AC വെന്റ്സ് വരുന്നുണ്ട് കേട്ടോ, അത് വലിയൊരു കാര്യമാണ്. ഇവിടെ ബാക്കിൽ നമുക്ക് AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് വരുന്നുണ്ട്, മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, വിത്ത് കപ്പ് ഹോൾഡർ ആണ്. പിന്നെ ഇങ്ങനെ നടുക്കൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മൊബൈലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം. പിന്നെ ഇത് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തേക്കുന്നത്. 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ കുഴപ്പമില്ല. എന്റെ സൈസിലുള്ള ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരിക്കാം എന്നുള്ള രീതിയിലാണ്. അല്ലാത്തവർക്കാണെങ്കിൽ സുഖമായിട്ടിരിക്കാം ഒരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് വരുന്നത്. സെൻട്രൽ ടണലോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് 3 പേർക്ക് നല്ല രീതിയിൽ
ഇരിക്കാനും പറ്റും. പിന്നെ അതിന്റെ ഐസോഫിക്സും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാക്കിലത്തെ സീറ്റിങ്ങിന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം പറയാനുള്ള വണ്ടിയുടെ നമുക്ക് എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളുമാണ്. എഞ്ചിൻ വന്നിട്ട് 1 ലിറ്റർ ടർബോ ആണ് നമ്മളിപ്പോ ഈ ഓടിക്കുന്ന വെഹിക്കിൾ. 1 ലിറ്റർ ടർബോ CVT ട്രാൻസ്മിഷൻ വരുന്ന വെഹിക്കിൾ ആണ് നമ്മളിപ്പോ ഓടിക്കുന്നത്. ഈ എഞ്ചിൻ വന്നിട്ട് നമുക്ക് 100 bhp പവർ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് വന്നിട്ട് 152 Nm ടോർക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എഞ്ചിനോടുണ്ട്. അത് വന്നിട്ട് നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. അതിൽ നമുക്ക് വരുമ്പോഴത്തേക്കിനും AMT ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. പിന്നെ മാനുവലിൽ തന്നെ നമുക്ക് ടർബോ വേരിയന്റും വരുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു 3 രീതിയിൽ ഈ വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. AMT ട്രാൻസ്മിഷൻ എടുക്കാം, മാനുവൽ ട്രാൻസ്മിഷൻ എടുക്കാം. പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഈ CVT ട്രാൻസ്മിഷനും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ CVT ട്രാൻസ്മിഷനിലേക്ക് പറയുമ്പോൾ CVT വന്നിട്ട് 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്, ടർബോ ചാർജ്ഡ് ആണ്. ടർബോ ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ 1 ലിറ്റർ ടർബോ എഞ്ചിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ലാഗിന്റെ ഒരു ഫീൽ എങ്ങും തന്നെ എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനകത്ത് 3 മോഡ് വരുന്നുണ്ട്. എക്കോ, സ്പോർട്ട്, നോർമൽ, ഇങ്ങനെ 3 മോഡ് വരുന്നുണ്ട്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്ന നോർമൽ മോഡിലാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ എക്കോ എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ആ മോഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് വണ്ടി ഒന്ന് ആ എക്കണോമി മോഡാണല്ലോ, അതിൻ്റെതായ ഒരു കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുന്നുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല. അത് കാരണം എക്കണോമി മോഡിൽ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ അവർ കൊടുത്തേക്കുന്നത്. നോർമൽ മോഡ് നമുക്ക് നല്ല ഫീലാണ് നമുക്ക് വെഹിക്കിൾ തരുന്നത്. വണ്ടി കാലെടുത്ത് പോകുമ്പോൾ നമുക്ക് നല്ലൊരു റെസ്പോൺസ് എഞ്ചിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്പോർട്സ് മോഡ് ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല. നല്ല മാക്സിമം പവറും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് സ്പോർട്സ് മോഡ്. ഇടുമ്പോൾ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യം അനായാസം നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റിയറിംഗ് എന്താ പറയുന്നത്, നമുക്ക് നല്ല ഒരു കൺവീനിയന്റ് ആണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റിയറിംഗ് നല്ല ചെറിയ ഒരു സൈസിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് പിടിക്കാനാണെങ്കിൽ ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ സ്റ്റിയറിംഗ് എന്താ പറയുന്നത്, ഒത്തിരി അങ്ങ് ലൈറ്റ് സ്റ്റിയറിംഗ് വീൽ അല്ല. നമുക്കൊരു അത്യാവശ്യം നല്ല ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് ഈ സ്റ്റിയറിംഗ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സസ്പെൻഷന്റെ കാര്യമാണ്. സസ്പെൻഷന്റെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്രണ്ട് മക്ഫേഴ്സൺ സ്റ്റഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് നല്ല സസ്പെൻഷൻ സിസ്റ്റം ആണ് അത്. ഇപ്പൊ ഒട്ടുമിക്ക വെഹിക്കിൾസിലും ആ ഒരു സസ്പെൻഷൻ സിസ്റ്റം ആണല്ലോ വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ബോഡി റോളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഓവറായിട്ട് നമുക്ക് SUV ആ ഒരു കോമ്പാക്ട് SUV ആയതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഇതെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഒരു കംഫോർട്ട് കളയുന്ന ലെവലിലേക്കുള്ള ഒരു ബോഡി റോളും കാര്യങ്ങളും ഒന്നും നമുക്ക് സസ്പെൻഷന്റെ ഭാഗത്തുനിന്നോ അല്ലെ അങ്ങനെ നമുക്ക് ആ ഒരു രീതി നമുക്ക് വരുന്നില്ല. നല്ല സസ്പെൻഷൻ ആണ്, കംഫോർട്ടബിൾ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഗിയർ ട്രാൻസ്മിഷനെ പറ്റിയാണ്. ട്രാൻസ്മിഷനെ പറ്റി പറയുമ്പോഴെന്ന് പറഞ്ഞാൽ 5 സ്റ്റെപ്പ് CVT ഗിയർ ബോക്സ് ആണ്. CVT പറഞ്ഞാൽ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതാണ്. ഒട്ടും തന്നെ നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നോർമൽ മോഡിൽ തന്നെ, സ്പോർട്സ് മോഡ് ഇടേണ്ട ആവശ്യമില്ല. നോർമൽ മോഡിൽ തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് നടക്കാം. പിന്നെ CVTക്ക് ചില ആളുകൾക്ക് നമുക്ക് പണ്ടൊക്കെ ഒരു റബ്ബർ ബാൻഡ് എഫക്ട് അത് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. അത് ഇപ്പം തീരെ ആ ഒരു എഫക്ട്, ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല നമുക്ക്. സേഫ്റ്റി മെഷർമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും റെനോ ഒന്നും അതിനകത്ത് കോംപ്രമൈസ് വരുത്തിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഹിൽ ഹോൾഡ്, ഹിൽ അസിസ്റ്റ്, ബ്രേക്ക് അസിസ്റ്റ്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പക്കയാണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ നമ്മുടെ കൈഗറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ്, കോമ്പാക്ട് SUV സെഗ്മെന്റ്, നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെഹിക്കിളിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു വെഹിക്കിളിന്റെ ഒരു പവർ ഡെലിവറി, വെഹിക്കിളിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് TVS മൊബിലിറ്റി കലൂരാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ വെഹിക്കിൾ തന്നേക്കുന്നത്. അവിടുത്തെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള
ഫർഹാൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് നമുക്ക് വെഹിക്കിള് പെട്ടെന്ന് അലോട്ട് ചെയ്ത് തരികയൊക്കെ ചെയ്തത്. നല്ല ഡീലിങ്സും കാര്യങ്ങളുമാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ വേറെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഡിസംബറിൽ ഈ വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മന്തും കൂടാണ്. കാരണം വേറെ നല്ല ഡിസംബറിൽ ഇപ്പൊ റെനോയിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പം അത് ഈ കൈഗറിന് മാത്രമല്ല, ഈ ക്വിഡ്, ട്രൈബർ ഇതിനൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 50,000 ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. കൈഗറിനാണെങ്കിൽ 65,000 ഓൾമോസ്റ്റ് 65,000 അടുത്ത് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ റെഫറൽ അവർക്ക് തന്നെ ഈ റെഫറൽ പ്രോഗ്രാം, നിങ്ങൾ ഓൾറെഡി ഒരു റെനോൾട്ടിന്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫർഹാന്റെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കാം. നല്ല ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കൂടുതൽ വെഹിക്കിളിനെ പറ്റി ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാം. അതായത് പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഷോറൂമിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൈഗറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടരെ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് മസ്റ്റായിട്ടും വേണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.